ബൈബിൾ ഒരു അത്ഭുത ഗ്രന്ഥമാണ്. ഞാനൊരു വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. സാധാരണ ഞാൻ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടക്കുമ്പോൾ എല്ലായിടത്തും ഏതാണ്ട് ആദ്യം ഞാൻ വായിക്കുന്നൊരു വാക്യമുണ്ട്. യെശയ്യാപ്രവചനം 34 അധ്യായത്തിൻ്റെ 16 വാക്യമാണ്. യെശയ്യാപ്രവചനം 34 അധ്യായത്തിൻ്റെ 16 വാക്യം. ഇവിടെയും ആ വാക്യം വായിച്ചുകൊണ്ട് നമ്മൾ തിരുവചന ധ്യാനം ആരംഭിക്കുകയാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിലൊന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. സ്വർഗത്തിലെ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കണം. യഹോവയുടെ പുസ്തകമെന്ന് ഈ ബൈബിളിന് എന്തിനാണ് ദൈവം പേര് വിളിച്ചത്? ദൈവത്തിന് പല പേരുകൾ തിരുവചനത്തിലുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുത്താൽ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ എലോഹീം എന്ന പേരാണ് കാണുന്നത്. അവിടെ യഹോവ എന്ന പേരല്ല, എലോഹീം എന്ന പേര്. എലോഹീം എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം എന്നാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അവൻ്റെ ശക്തിയുടെ വലുപ്പം എത്ര വലുതാണ്. അവനെ അതുകൊണ്ട് ആദ്യത്തെ 2 അധ്യായങ്ങളിൽ പറയുന്ന പേര് എലോഹീം എന്ന പേരാണ്. മനുഷ്യൻ അന്വേഷിക്കുന്ന ഭാവിയും മനുഷ്യൻ അന്വേഷിക്കുന്ന നാളെ എന്ത് നടക്കുമെന്ന് ചോദിക്കുമ്പോൾ അതോടുള്ള ബന്ധത്തിൽ അവൻ പറയുന്ന പേര് യഹോവ എന്നുള്ള പേരാണ്. എന്തിനാണ് ആ പേര് ഉപയോഗിച്ചത്? എന്താണ് ആ പേരിൻ്റെ അർത്ഥം? ഒരു നിമിഷം ഞാൻ ആ ഭാഗത്തിലേക്കൊന്ന് കടന്നു വന്ന് സംസാരിച്ചോട്ടെ. യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം നിത്യനായി നിലകൊള്ളുന്ന ദൈവം എന്നാണ്. ദി എറ്റേണലി എക്സിസ്റ്റിംഗ് ഗോഡ്. മാർട്ടിൻ ലൂതർ വേദപുസ്തകം ജർമ്മൻ ഭാഷയിലോട്ട് വിവർത്തനം ചെയ്തപ്പോൾ അദ്ദേഹം അതിന് കുറിച്ചു വെച്ചത് ദ എറ്റേണൽ വൺ എന്നാണ്. ഇവിടെ ഇപ്പോൾ വായിച്ച യഹോവയുടെ പുസ്തകം ദ എറ്റേണൽ വൺസ് ബുക്ക്, നിത്യനായവന്റെ പുസ്തകം എന്നാണ്. എന്താണ് അതിൻ്റെ ആശയം? ഞാൻ പറയാം. മനുഷ്യന് സമയത്തിന് ഒരു അതീതനായ വ്യക്തിയാണ്. ഇന്നലെയുള്ളതും ഇന്നുള്ളതും നമുക്കറിയാം, നാളെയുള്ളത് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം നിത്യനാണ്, സമയത്തിന് അതീതനാണ്, അവനൊന്നും മറവല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കണം. സമയത്തിന് അതീതനായ ദൈവം. നമ്മൾ ഓർക്കണം, ഈ ബൈബിള് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചതാണ്. 2000 വർഷങ്ങൾക്ക് ശേഷം ഇതിനോടൊന്നും പിന്നെ എഴുതി ചേർത്തിട്ടില്ല. സ്വർഗത്തിലെ ദൈവം ആവശ്യപ്പെട്ടു, ഇതിനോടൊന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത്. ഇവിടെ ദൈവം പറഞ്ഞ വാക്ക് നോക്കുക, അവന്റെ ആത്മാവാണ് ഈ ബുക്ക് കൂട്ടിവരുത്തിയത്. മാർവോട് ചേർത്ത് വെക്കേണ്ട ഒരു ഗ്രന്ഥം. എന്താ അതിന്റെ കാരണം? ഈ പുസ്തകം ഒരു പുസ്തകമല്ല, 66 പുസ്തകങ്ങളുടെ ഒരു ശേഖരമാണ്. 66 ഗ്രന്ഥങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 66 ഗ്രന്ഥങ്ങൾ എഴുതി തീർക്കുവാൻ ഏതാണ്ട് 1600 വർഷമെടുത്തു. 40 വ്യത്യസ്ത എഴുത്തുകാരെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന മറ്റേതെങ്കിലും ചിന്താഗതിയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, 1600 വർഷത്തിന്റെ അന്തരത്തിൽ അന്യോന്യം കണ്ടിട്ടില്ലാത്ത 40 വ്യത്യസ്ത എഴുത്തുകാരെ കൊണ്ട് ഈ 66 ഗ്രന്ഥം ദൈവം എഴുതിച്ച് നമ്മുടെ കരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒന്നിച്ചു കൂട്ടി തന്നപ്പോൾ നാം അത് ശാന്തമായി വായിക്കുമ്പോൾ ഒരു വാക്യത്തിന്റെ പൂരിതമായി മറ്റൊരു വാക്യം ഇരിക്കുമ്പോൾ ഒന്നിനോടൊന്നും എതിർക്കാതെ എങ്ങനെ 1600 വർഷം കൊണ്ട് ഇത് എഴുതി പൂർത്തീകരിക്കും? ഞാൻ പറഞ്ഞോട്ടെ, എഴുത്തുകാർ അന്യോന്യം കണ്ടിട്ടില്ല, അവർ ആശയവിനിമയം നടത്തിയിട്ടില്ല, അവരിന്നതാ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അവർ രേഖപ്പെടുത്തിയത് ദൈവത്തിന്റെ ആത്മാവ് ശേഖരിച്ച് എൻ്റെ നിങ്ങളുടെ കരങ്ങളിൽ തന്നപ്പോൾ ഒരു ഗ്രന്ഥമായി ഇതിരിക്കുന്നതിന്റെ കാരണം എന്നാ? ഒരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഒന്നിന്റെ പൂരിതമായി മറ്റൊരു വാക്യം ഇരിക്കുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല,
നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ഇവര് ഈ 40 വ്യത്യസ്ത എഴുത്തുകാർ വെറും എഴുത്തുകാരായിരുന്നു. അവരിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവാണ് അവരെന്ത് എഴുതണമെന്ന് പറഞ്ഞു കൊടുത്തത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇതിന്റെ എഴുത്തുകാരൻ ആരാണ്? സമയത്തിന് അതീതനായ യഹോവയായ ദൈവം. സ്തോത്രം! എത്ര അത്ഭുതമാണെന്ന് നോക്കുക. ബൈബിള് സത്യമാണെന്ന് അതിന്റെ ഘടന മാത്രം നോക്കിയാൽ മതി. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ഗ്രന്ഥം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 10 പേരെ ഈ കൂട്ടത്തിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരുത്തിയിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതുവാൻ ആവശ്യപ്പെട്ട് പേനയും കടലാസും 10 പേർക്ക് കൊടുത്താൽ 10 രീതിയിൽ അവർ എഴുതും. ഒരു വിഷയം തന്നെ 10 രീതിയിലേ അവർ എഴുതുകയുള്ളൂ. കാരണം അവരുടെ മനോഭാവം അനുസരിച്ച് എഴുതും. ഒരുപോലെ എഴുതുവാൻ അവർക്ക് സാധ്യമല്ല. എന്നാൽ ഈ ഗ്രന്ഥം ഒരു വ്യക്തി പറഞ്ഞു കൊടുത്ത പോലെ ഇരിക്കുന്നതിന്റെ കാരണം അവരിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയത് കണ്ടോ? യഹോവയുടെ പുസ്തകം, നിത്യനായ ദൈവത്തിന്റെ പുസ്തകം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവനൊന്നും മറവല്ല. അവൻ നിത്യനാണ്, ആരംഭത്തിൽ അവസാനം അറിയുന്നവനാണ്. അവൻ രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിൽ ഭാവിയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ 18 ഗ്രന്ഥം പ്രവചന ഗ്രന്ഥങ്ങളാണ്. 17 ഗ്രന്ഥങ്ങൾ പഴയ നിയമത്തിൽ അത് പ്രവചന പുസ്തകമാണ്. പുതിയ നിയമത്തിൽ ഒരു ഗ്രന്ഥം വെളിപ്പാട് പുസ്തകം പ്രവചന ഗ്രന്ഥമാണ്. ബൈബിളിന്റെ മറ്റു വേദഭാഗങ്ങളിലും പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, വേദപുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. വേദപുസ്തകം പ്രവചന ഗ്രന്ഥമാണ്. എന്താണ് ഈ ബൈബിളിലെ പ്രവചനങ്ങൾ? ഞാൻ ലളിതമായി ഓർപ്പിക്കട്ടെ. ഭാവിയെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. രാഷ്ട്രങ്ങളെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മുമ്പുകൂട്ടി രേഖപ്പെടുത്തി തന്നതാണ് വേദപുസ്തകത്തിന്റെ പ്രവചനങ്ങൾ. ഒരു കാര്യം നമ്മളൊന്ന് ഓർത്തേ, 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2500 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ പൂർത്തീകരിച്ച ഈ ഗ്രന്ഥത്തോട് ഒന്നും പിന്നെ ചേർത്തിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആർക്ക് എങ്ങനെ എഴുതാൻ കഴിയും? ഞാൻ നിങ്ങൾ ജീവിക്കുന്ന കാലയളവിൽ ലോകത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ, ലോകത്തിന്റെ രാഷ്ട്രീയഗതികളുടെ മാറ്റം ആർക്ക് രേഖപ്പെടുത്താൻ കഴിയും? ആർക്കും രേഖപ്പെടുത്താൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നത്തില്ല. എന്നാൽ ദൈവത്തിന് അത് മറവല്ല. ദൈവം ഭാവിയെ സംബന്ധിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ഈ പ്രവചന സൂക്തങ്ങളിലൂടെ. ദൈവം അത് വെളിപ്പെടുത്തി തന്നെന്ന് മാത്രമല്ല, അത് ദൈവം തൻ്റെ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങളും ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. ഞാൻ ആമുഖമായ കാര്യങ്ങൾ ഒരുപാട് പറയാതെ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ മനസ്സ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യെരമ്യാവ് 1:12 ഇങ്ങനെ വായിക്കുന്നു. യെരമ്യാവ് 1:12, എൻ്റെ വചനം നിവർത്തിക്കുവാൻ ഞാൻ ജാഗരിക്കുന്നു. ദൈവം ഭാവിയെക്കുറിച്ച് പറയുക മാത്രമല്ല, ദൈവം ഭാവിയെക്കുറിച്ച് പറഞ്ഞ വസ്തുതകൾ നിവർത്തിക്കുവാൻ അവൻ ജാഗരിക്കുകയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. എൻ്റെ വചനം നിവർത്തിക്കുവാൻ ഞാൻ വാച്ച് ചെയ്യുകയാണ്. തൻ്റെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും വാച്ച് ആൻഡ് പ്രേ. നിങ്ങളും ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം. എന്തിനാണ് ഈ പ്രവചന സൂക്തങ്ങൾ നമുക്ക് നൽകിയത്? എന്തിനാണ് വേദപുസ്തകത്തിൽ ഇത്രയും പ്രവചന വാക്യങ്ങൾ നൽകിയത്? ദൈവം നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് വലിയൊരു ആഗ്രഹമുണ്ട്. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ലോകസംഭവങ്ങൾ അവിചാരിതമല്ല പ്രിയപ്പെട്ടവരെ. ലോകസംഭവങ്ങൾ അവിചാരിതമല്ല. ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തിയാൽ ഒരു കാര്യം നമുക്കറിയാം. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ അന്ത്യകാല സംഭവങ്ങളാണ്. കാലത്തിന്റെ, യുഗത്തിന്റെ അവസാനം നടക്കേണ്ട വസ്തുതകളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കാലത്തിന്റെ, യുഗത്തിന്റെ അവസാനം അവസാനിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനുള്ള ബന്ധത്തിലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോകുന്നു,
ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞു. അവൻ കടന്നുപോയിട്ട് 2000 വർഷമായി. ഒരുപക്ഷെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞേക്കാം, പിതാക്കന്മാർ മരിച്ച ശേഷം ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? പത്രോസ് രേഖപ്പെടുത്തി, അങ്ങനെ പറയുന്നവർ കൂടെ എഴുന്നേറ്റ ശേഷമേ യേശുക്രിസ്തു മടങ്ങി വരികയുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കാലത്തിന്റെ അന്ത്യമായെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രവചന നിവൃത്തികളാണ്. യേശുക്രിസ്തു മടങ്ങി വരുന്നുവെന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ ശക്തമായി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ തലമുറ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നു. എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? ഈ 3 രാത്രികളിൽ ആ വിഷയം നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഞാനിതിനെ പ്രസക്തമായി തെരഞ്ഞെടുത്ത ഭാഗം എസെക്കിയേൽ പ്രവചനത്തിൽ നിന്നാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് വരികയാണ്. ഈ 3 രാത്രികളിലും എസെക്കിയേൽ പ്രവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഞാൻ ആ ഭാഗത്തുള്ള ബന്ധത്തിൽ ഓർപ്പിക്കട്ടെ. എസെക്കിയേൽ പ്രവചനത്തിലെ ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് അവസാനത്തെ 14 അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള അന്ത്യകാല സംഭവങ്ങളാണ്. അതിൽ അന്ത്യകാല സംഭവങ്ങൾ പറഞ്ഞിട്ട് എസെക്കിയേൽ 40 തൊട്ട് 48 വരെയുള്ള ഭാഗങ്ങൾ അവന്റെ രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ആ ഭാഗത്തിലേക്ക് കടന്നു പോകില്ല. എസെക്കിയേൽ 40 തൊട്ട് 48 വരെ മശിഹായുടെ സാമ്രാജ്യം, യേശുക്രിസ്തു വന്ന് രാജ്യം സ്ഥാപിക്കുമ്പോൾ ലോകത്തിന് വരുന്ന മാറ്റങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയത്. എന്നാൽ അതിനു മുമ്പ് സംഭവിക്കുന്നത് അതിനു മുമ്പുള്ള ചില അധ്യായങ്ങളിൽ രേഖപ്പെടുത്തി. എസെക്കിയേൽ 35 തൊട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ പ്രസക്തമായ വേദഭാഗങ്ങളാണ്. അവിടെ നിന്ന് അന്ത്യകാല സംഭവങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാം. എന്നാൽ ഇവിടെ പ്രാരംഭമായി എൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ. എസെക്കിയേൽ ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ചാൽ 22 വർഷം താൻ പ്രവചിച്ചിട്ടുണ്ട്. തൻ്റെ ആയുസിൻ്റെ 22 വർഷം ഒരു പ്രവാചകനായി ശുശ്രൂഷിച്ചു. താൻ പ്രവചിക്കാൻ തുടങ്ങിയ ശേഷം ഏതാണ്ട് ക്രിസ്തുവിന് BC 597 തന്നെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. BC 597 തന്നെ പിടിച്ചുകൊണ്ടുപോയ ശേഷം താൻ പ്രവചിച്ച ഭാഗങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പം ഞാൻ പറയാം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് 600 വർഷം മുമ്പ് പ്രവചിച്ച ഭാഗങ്ങളാണ് എസെക്കിയേലിന്റെ അവസാനത്തെ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഈ പ്രവചന ഭാഗങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നാം വായിക്കാൻ പോകുന്ന പ്രവചന ഭാഗങ്ങൾ എത്ര വർഷം മുമ്പ് രേഖപ്പെടുത്തിയതാ? 2600 വർഷം മുമ്പ്. എൻ്റെ കേൾവിക്കാരോട് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, 2600 വർഷം മുമ്പ് രേഖപ്പെടുത്തിയ പ്രവചന ഭാഗങ്ങളാണ് നാം പരിശോധിക്കാൻ പോകുന്നത്. ആര് പ്രവചിച്ചു? എസെക്കിയേൽ പ്രവാചകൻ. സ്വർഗത്തിലെ ദൈവം എസെക്കിയേൽ പ്രവാചകനിലൂടെ രേഖപ്പെടുത്തി വെക്കുകയാണ് അന്ത്യകാല സംഭവങ്ങൾ. നമുക്കതിൽ ചിലത് ഈ 3 രാത്രികളിൽ അപഗ്രഥിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഇത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. 2600 വർഷം മുമ്പ് രേഖപ്പെടുത്തിയ പ്രവചന ഭാഗങ്ങൾ എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ ആശ്ചര്യമായി നടക്കുന്നു. നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്കും ഇപ്പോൾ കടക്കുന്നില്ലേ. ഓരോ ദിവസങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവാത്മാവ് പ്രേരണ തരുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞുകൊള്ളാം. നിങ്ങൾ നാളെ വരുമ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുവരണം, നിങ്ങളുടെ ഒരു സ്നേഹിതനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. അദ്ദേഹം കേൾക്കട്ടെ ഇത് സത്യമാണോ എന്ന്. അദ്ദേഹം ഒന്ന് അറിയട്ടെ ഈ പറയുന്നത് സത്യമാണോ, ബൈബിള് സത്യമാണോ, ബൈബിളിലെ പ്രവചനങ്ങൾ കൃത്യമാണോ. അദ്ദേഹം കൂടെ കേൾക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാട്ടും വിലപ്പെട്ടതാണ്.
അദ്ദേഹം രക്ഷിക്കപ്പെടുന്നെങ്കിൽ രക്ഷിക്കപ്പെടട്ടെ, അദ്ദേഹത്തിന് ഇരിക്കുവാൻ ഇവിടെയൊക്കെ ഇത്രയും ക്രമീകരണങ്ങൾ ചെയ്തില്ലേ, ഇവിടെയുള്ളവർ ഉത്തരവാദികളല്ല. പ്രിയപ്പെട്ട, നിങ്ങളത് പറയണം, നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം നിങ്ങളുടെ സ്നേഹിതരെ. നമുക്ക് എടുക്കാം എസെക്കിയേൽ പ്രവചനം 36 37 അധ്യായം എടുക്കുമ്പോൾ യഹൂദ രാഷ്ട്രത്തിൻ്റെ മടങ്ങിവരവാണ്. അത് കഴിയുമ്പോൾ ഇനിയുള്ള ഭാഗം നോക്കുക, 38 39 അധ്യായം ഇസ്രായേൽ രാഷ്ട്രത്തെ ലോകത്തിന്റെ വടക്കേറ്റത്തുള്ള റഷ്യ ആക്രമിക്കുന്നതാണ് രേഖപ്പെടുത്തിയത്. ദൈവം എന്തിനാണ് അത് രേഖപ്പെടുത്തിയത്? ദൈവം എന്താണ് ഇത് രേഖപ്പെടുത്തിയത്? ഇന്ന് രാത്രിയിൽ വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, 2600 വർഷം മുമ്പ്, എൻ്റെ പ്രിയ കേൾവിക്കാരെ, 2600 വർഷം മുമ്പ് രേഖപ്പെടുത്തുകയാണ് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. നമ്മുടെ നോട്ടീസിൽ കാണിച്ചപ്പോൾ എഴുതിയില്ലേ, ഇസ്രായേലിനെ റഷ്യ ആക്രമിക്കുമോ? എന്തിനാ റഷ്യ ആക്രമിക്കേണ്ടത്? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം, 470 കിലോമീറ്ററേ ഉള്ളൂ അവരുടെ നീളം. അവരുടെ വീതി കൂടിയ ഭാഗം 135 കിലോമീറ്ററേ ഉള്ളൂ. കേരളത്തിന്റെ പകുതി വലിപ്പമില്ല ആ രാജ്യത്തിന്. അതിൻ്റെ 700-ലധികം ഇരട്ടി വലിപ്പമാണ് ആർക്കുള്ളത്? റഷ്യക്കുള്ളത്. ഇത്ര വലിയ സോവിയറ്റ് യൂണിയൻ റഷ്യ ഈ കൊച്ചു രാജ്യത്തെ ആക്രമിക്കുമോ? അവരെന്തിനാണ് ഇത്രയും ദൂരം നിന്ന് ഇവരെ ആക്രമിക്കാൻ വരുന്നത്? അങ്ങനെ ഒരു സംഭവം നടക്കുമോ? ബൈബിള് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ആധുനിക ലോകത്തിലെ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും നടക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ചോദിച്ചേക്കാം, റഷ്യയാണോ ബ്രദറെ ഈ ആക്രമിക്കുന്നത്? റഷ്യയാണെന്ന് എങ്ങനെ അറിയാൻ കഴിയും എന്നൊക്കെ ചോദിച്ചേക്കാം. എന്നാൽ അതിനു മുമ്പ് ഞാൻ ഇവിടെ 2 വാക്യം വായിച്ചിട്ട് ഞാൻ അതിലേക്ക് കടക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം 38 അധ്യായം എടുത്താട്ടെ. എസെക്കിയേൽ പ്രവചനം 38 അധ്യായം ഇന്ന് രാത്രിയിൽ വളരെ പ്രസക്തമായി നമുക്ക് പരിശോധിക്കുവാൻ ആവശ്യമായ 2 വാക്യങ്ങൾ. 38 അധ്യായത്തിൻ്റെ 8 വാക്യം ആദ്യം വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38 അധ്യായത്തിൻ്റെ 8 വാക്യം. യെസ്, ഒന്നും വായിക്കാൻ കൂടെ വായിക്കാം, ഞാൻ വായിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ 8 വാക്യം വായിക്കാം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ, എന്നാൽ അവർ ജാതികളിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും, നീ നിന്റെ എല്ലാ പടക്കൂട്ടുകളും നിന്നോടുകൂടെ പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. അതിൻ്റെ 11 വാക്യം. മതിലില്ലാത്ത ഗ്രാമത്തിലുള്ള ദേശത്ത് ഞാൻ ചെല്ലും, കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലത്തിന് നേരെയും ജാതികളിൽ നിഷേധിക്കപ്പെട്ട് കന്നുകാലികളെയും ധനത്തെ സമ്പാദിച്ച ഭൂമിയുടെ മധ്യേ വസിച്ചുമിരിക്കുന്ന ഒരു ജനത്തിന് നേരെയും കൈനീട്ടേണ്ടതിന്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, അവിടെ ഈ വാക്യങ്ങൾ എന്ന് നിവർത്തിക്കപ്പെടുന്നതാണ്. പ്രാരംഭമായി ഞാൻ വായിക്കട്ടെ. മലയാള ബൈബിളിൽ വായിച്ചപ്പോൾ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ ഒടുക്കം വന്നു ചേരും. ആ വാക്യങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഏറിയ നാൾ കഴിഞ്ഞിട്ട്, ആഫ്റ്റർ മെനി ഡേയ്സ്, അനേക നാളുകൾ കഴിഞ്ഞിട്ട് നീ ഒടുക്കം, ഇൻ ദ ലേറ്റർ ഡേയ്സ്, അന്ത്യകാലത്തിൽ യേശുക്രിസ്തുവിന്റെ 2ാം വരവിനോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കുകളാണത്. അനേക നാളുകൾ കഴിഞ്ഞ് യേശുക്രിസ്തുവിന്റെ 2ാം വരവിനോടുള്ള ബന്ധത്തിൽ നീ ഒടുക്കം വന്നു ചേരും. എവിടെ വന്നു ചേരും? ഇസ്രായേൽ പർവ്വതങ്ങളിൽ നീ കടന്നു വരും. എന്നാൽ അവിടെ നമ്മൾ ഓർക്കണം, എന്തിനാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ട് പിന്നെ തെളിയിച്ചു തരാം റഷ്യയാണോ അല്ലയോ എന്ന്. ഇവിടെ റഷ്യ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ചരിത്രമാണ് കർത്താവ് 2600 വർഷം മുമ്പ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്തിനാണ് റഷ്യ ആക്രമിക്കുന്നത്? ഞാൻ ബൈബിൾ പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിയാണ്, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പല ഭാഷാന്തരങ്ങൾ ഞാൻ വായിക്കാറുണ്ട് ചില വാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ.
ഈ 8-ാം വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് രസകരമായി തോന്നി. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ വായിച്ചപ്പോൾ ഞാനത് പറഞ്ഞിട്ട് മലയാളത്തിൽ പറയാം. ആഫ്റ്റർ മെനി ഡേയ്സ് യു വിൽ ബി സമ്മൺഡ് ഇൻ ദ ലേറ്റർ ഡേയ്സ്. അനേക നാളുകൾ കഴിയുമ്പോൾ യു വിൽ ബി സമ്മൺഡ്. നമ്മൾ കേട്ടിട്ടില്ലേ, കോടതിയിൽ നിന്ന് സമൻസ് വന്നു. അതേ വാക്യമായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആരോട് പറയുകയാ? റഷ്യയോട് ദൈവം പറയുകയാണ്, നിനക്ക് അന്ത്യകാലത്ത് ഞാനൊരു സമൻസ് അയക്കും, നീ ഇവിടെ വരാൻ സമൻസ് അയക്കും, എന്റെ ജനമായ ഇസ്രായേലിനെ ആക്രമിക്കാൻ സമൻസ് അയക്കും. എന്തിനാണ് ദൈവം അവരോട് ഇത് പറയുന്നതെന്ന് നമുക്ക് പുറകെ ചിന്തിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, 2600 വർഷം മുമ്പ് ഇത് പ്രവചിക്കുമ്പോൾ റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലേ? റഷ്യ ചരിത്രത്തിൽ ആരുമല്ല. ഞാൻ പഠിക്കുവാൻ നോക്കി. ഒരു വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്താം, റഷ്യ ലോക ചരിത്രത്തിൽ ആരുമല്ലായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഇത് റഷ്യയെ കുറിച്ചാ പറഞ്ഞതെന്ന് എന്താ തെളിവ്? ചിലരുടെ മനസ്സിൽ ഒരു സംശയം അങ്കുരിച്ചേക്കാം. ഈ പ്രവചനം റഷ്യയെ കുറിച്ചാണെന്ന് ബ്രദർ എങ്ങനെ പറയും? 2 കാരണങ്ങളാൽ ഞാൻ പറയാം. ദൈവം ഇവിടെ ഒരു വലിയ രാജ്യത്തെ നോക്കിക്കൊണ്ട്, നീ അവർക്ക് മേധാവിയാകണം, യു ഷുഡ് ബി എ കമാൻഡർ എന്ന് കൽപ്പിക്കുന്നുണ്ട്. ആ രാഷ്ട്രം ആരാണെന്ന് ദൈവം ഇവിടെ പറയുന്നുണ്ട്. ഞാൻ എടുത്തോട്ടെ അതിന്റെ 1-ാം വാക്യം. മനുഷ്യപുത്ര 1-ാം വാക്യം ഒന്ന് വായിച്ചു. 1ഉം 2ഉം വാക്യം. 38-ന്റെ 1ഉം 2ഉം വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, രോസ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. യെസ്, അവിടെ നോക്കുക, ദൈവം പേരെടുത്ത് പറഞ്ഞു, രോഷ്. യെസ്, രോഷ് എന്നുള്ള വാക്ക് അറബിക് ബൈബിളിൽ റഷ്യൻ രോഷ് എന്ന് പറഞ്ഞാൽ റഷ്യ എന്നാണ്. റഷ്യ മാഗോഗ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഭൂപടം എടുത്തു വെച്ചാൽ അതിന്റെ തെക്ക് ഭാഗമാണ് മാഗോഗ്. മാഗോഗ് ദേശം. രോഷ്, മോശക്. മോശക് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കാതെ പറയട്ടെ, തുർക്കിയുടെ പ്രദേശമാണ്. അത് എന്തിനാണ് തുർക്കിക്ക് ഇത്ര പ്രാധാന്യത? പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയാം, റഷ്യയുടെ തെക്ക് ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ കുടിയേറിയിരിക്കുന്നത് തുർക്കികളുടെ സന്തതികളാണ്. അവരുടെ പ്രഭു, അവരുടെ നേതാവിന്റെ പേരാണ് ഗോഗ്. ഗോഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇരുട്ടെന്നുകൂടെ അർത്ഥമുണ്ട്, നേതാവെന്നർത്ഥമുണ്ട്. അവനെ കുറിച്ച് എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. ആരാണ് ഈ വ്യക്തി? ഈ സൈനിക കൂട്ടുകെട്ടിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് ഗോഗ്. ഇന്ന് പ്രസിഡന്റ് എന്നും സാറെന്നും ചക്രവർത്തി എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തിയാണ് ഈ ഗോഗ് എന്ന് പറയുന്നത്. ഗോഗിനോട് പറയണം. ആരെയാണ് നയിച്ചുകൊണ്ടുവരുന്നത്? നമുക്ക് ആദ്യം ശ്രമിക്കുന്നത് റഷ്യ ആണോ എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ പേരുകള് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നോഹയുടെ 3 മക്കൾ ശേം, ഹാം, യാഫത്ത്, അവരുടെ മക്കൾ കുടിയേറിയ സ്ഥലം, അവരുടെ സന്തതികൾ പാർത്ത സ്ഥലം, അവരുടെ പേരുകൾ അവിടെ കാണാം. രോഷ് എന്നുള്ള പേരൊഴിച്ച് ബാക്കിയെല്ലാം ഉൽപ്പത്തി 10-ലുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ലേ. എന്നാൽ വീണ്ടും ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ, ദൈവം ഇവരെവിടുന്ന് വരുന്നതെന്ന് പറയുന്നുണ്ട്. 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 15-ാമത്തെ വാക്യം. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. നിന്റെ ദിക്ക് വടക്കേ അറ്റമാണ്. വടക്കേ അറ്റത്ത് നിന്ന് നീ വരും. വീണ്ടും നമ്മള് 39-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 1/6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ദൈവം വളരെ വ്യക്തമായി, ഈ വരുന്ന സൈന്യം എവിടെ നിന്ന് വരും? വടക്കേ അറ്റത്ത് നിന്ന് വരും. ഒരു ഭൂപടം എടുത്താൽ വടക്കും തെക്കും എങ്ങനെ നമുക്ക് അടക്കാൻ കഴിയും? ഭൂമി ഒരു ഗോളമാണല്ലോ.
ഒരു കേന്ദ്രബിന്ദു കിട്ടിയാൽ പിന്നെ വടക്കും തെക്കും കണക്കാക്കാം. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർത്താട്ടെ. ഇവിടെ അതിന്റെ 11-ാം വാക്യത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് ഞാൻ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും. അല്ല, 38:11 ജാതികളിൽ നിന്ന് ശേഖരിച്ച് 38:11 അവസാന ഭാഗം. ഭൂമിയുടെ മധ്യേ വസിച്ചുമിരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. ഭൂമിയുടെ മധ്യേ വസിക്കുന്ന ജനം. എസെക്കിയേൽ 5:5 ഭൂമിയുടെ മധ്യേ വസിക്കുന്നു. യെശയ്യാ പ്രവചനം 19:24 ആ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ 19:24 3 വാക്യങ്ങൾ ഞാൻ കാണിച്ചു. ഭൂമിയുടെ മധ്യഭാഗത്തിലാണ് ഇസ്രായേൽ വസിക്കുന്നത്. യെശയ്യാവ് അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ, അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. മതി. യേശുക്രിസ്തു രണ്ടാമത് മടങ്ങി വരുമ്പോൾ അവൻ വീണ്ടും പാർക്കുന്നത് ഭൂമിയുടെ മധ്യത്തിൽ തന്നെയാണ്. അവൻ നിത്യ ഉടമ്പടി കൊണ്ട് അവർക്ക് കൊടുത്ത സ്ഥലമാണ് ഭൂമിയുടെ മധ്യഭാഗം. ഒരു കേന്ദ്രബിന്ദു കിട്ടിയാൽ വടക്കെന്ന് പറഞ്ഞാൽ അതിന്റെ വടക്കേ ഭാഗമാണ്. ഇവിടെ വായിച്ചു, നിന്നെ ഞാൻ വടക്കേ അറ്റത്ത് നിന്ന്, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ വിൽ ബ്രിങ് യു ഫ്രം ദ അട്ടർമോസ്റ്റ് നോർത്ത്, ഏറ്റവും വടക്കെന്ന് കൊണ്ടുവരും. പ്രബുദ്ധരായ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, ഒരു ഭൂപടം നിങ്ങൾ എടുത്തു വെക്കുക. നിങ്ങളുടെ ബൈബിളിന്റെ പുറകിൽ കാണുന്ന മാപ്പ് എടുത്തു വെച്ച് നോക്കുക. ഇസ്രയേലിന്റെ അവിടെ നിന്ന് നിങ്ങൾ വടക്കോട്ട് നോക്കിക്കേ. ഏറ്റവും വടക്കെടുക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് മറ്റ് രാജ്യങ്ങളുണ്ട്. ലെബനോനുണ്ട്, സിറിയ ഉണ്ട്, ഇങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ ബൈബിളിൽ തീർത്തു പറയുന്നു, ഞാൻ നിന്നെ ഏറ്റവും വടക്കുന്ന് കൊണ്ടുവരും. അവരാരാണ്? റഷ്യയാണ്. റഷ്യയുടെ അപ്പുറത്ത് രാജ്യങ്ങളില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം തീർത്തു പറയുന്നു, റഷ്യ അന്ത്യകാലത്ത് ഇസ്രയേലിനെ ആക്രമിക്കാൻ മടങ്ങി വരും. ഒരു കാര്യം ദൈവം എടുത്തു പറഞ്ഞു, മഹാസൈന്യമായി വരും. നിങ്ങൾ കണ്ടു കാണും, മനോരമയിൽ ഒരു പടം വന്നു. ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യൻ സൈന്യവ്യൂഹം നീങ്ങുന്ന ഒരു പടമാണ്. ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും. നിങ്ങൾ ആ പടം കണ്ടോ? അതിന്റെ അടിയിൽ മനോരമ എഴുതിയത് വായിച്ചോ? ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യയുടെ സൈന്യം നീങ്ങുമ്പോൾ അവരുടെ സൈന്യവ്യൂഹം റോഡിൽ നിരന്നു കിടക്കുന്നത് എത്ര കിലോമീറ്ററാ? 85 കിലോമീറ്റർ നീളത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച്, റഷ്യയുടെ സൈന്യത്തിന്റെ ഒരു അറ്റമില്ല. 85 കിലോമീറ്റർ നീളത്തിൽ കിടക്കുകയാണ് സൈന്യവ്യൂഹം ഉക്രൈനെ ആക്രമിക്കാൻ. ദൈവജനത്തിൽ കണ്ടോ? വടക്കേ അറ്റത്ത് നിന്ന് നീ ഒരു മഹാസൈന്യമായി വരും. റഷ്യക്ക് ഇന്ന് 7000 ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്. ഇന്ത്യക്ക് ഒരു 100 ആയുധങ്ങളിൽ കൂടുതലില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്താൽ ഫ്രാൻസിനും മറ്റും 300, ഇംഗ്ലണ്ടിനൊരു 250 ഇങ്ങനൊക്കെ വരികയുള്ളൂ. റഷ്യയുടെ കരങ്ങളിൽ 7000 ന്യൂക്ലിയർ ആയുധമുണ്ട്. അവരുടെ സൈന്യത്തിന്റെ വലിപ്പം അളക്കുവാൻ നിവൃത്തിയില്ല. ദൈവജനത്തിൽ പറഞ്ഞു കണ്ടോ? മഹാസൈന്യമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തിൽ തന്നെ നീ വരും. ഞാൻ ഈ ഭാഗം പഠിച്ചു നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറയാം. എവിടെ വരും? ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരും. ഈ പ്രവചനം നിവർത്തിക്കേണ്ടത് അന്ത്യകാലത്തിലാണ്. അന്ത്യകാലത്തിൽ നീ വരും. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, 1905 പോലും റൂസോ ജപ്പാൻ വാർ, റഷ്യയും ജപ്പാനും കൂടെ യുദ്ധം നടന്നപ്പോൾ റഷ്യയെ ജപ്പാൻ പരാജയപ്പെടുത്തി. അതിനു മുമ്പ് സാർ ചക്രവർത്തിമാർ റഷ്യ ഒന്നുമല്ല. റഷ്യയെ ഒന്നിപ്പിക്കാൻ നോക്കി, സാധിക്കുന്നില്ല. സാർ ചക്രവർത്തിമാരുടെ കാലത്ത് റഷ്യ ഒന്നുമല്ല. എന്നാൽ റഷ്യ ഇന്ന് കാണുന്നത് പോലെ ഈ വിധത്തിലായിത്തീർന്നത് എന്നാണ്? കാലത്തിന്റെ അന്ത്യമെന്ന് ദൈവം പറയുന്നത് എന്നാണ്? വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, 1-ാം ലോകമഹായുദ്ധമാണ്. ബ്രദറെ, അങ്ങനെയൊക്കെ പറയാമോ എന്നോട് ചോദിച്ചേക്കാം. വേദപുസ്തകത്തിൽ തെളിവില്ലാതെ ഞാൻ ഒരു കാര്യം പറയില്ല. ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം.
ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പറയാം. ഈ ഭാഗത്തിൽ നമുക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എന്നെടുത്താട്ടെ. നമ്മൾ കാണാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അന്ത്യകാലത്തെ കുറിച്ച് യേശുക്രിസ്തുവിനോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞിരണമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു അവരോട് പറഞ്ഞ കാര്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. മതി, ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. വേദപുസ്തകമുള്ളവര്, ചിന്തിക്കാൻ കഴിവുള്ളവര്, പ്രബുദ്ധരായ ജനങ്ങള്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. കർത്താവിനോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്ന്. യേശുക്രിസ്തു എന്താ പറഞ്ഞെന്നറിയാമോ? അതിന്റെ 6-ാം വാക്യം, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ ഇത് അവസാനമല്ല. കർത്താവ് എന്തിനാ അങ്ങനെ മറുപടി പറഞ്ഞ്? യേശുക്രിസ്തുവിനോട് ചോദിച്ചത് എന്താണ്? ലോകത്തിന്റെ അവസാനം എന്താണെന്നാ ചോദിച്ചത്. കർത്താവ് പറഞ്ഞ മറുപടി എന്നാ? നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും, അത് അവസാനമല്ല. കർത്താവെ, പിന്നെ ഏതാണ് അവസാനം? അടുത്ത വാക്യം നോക്കിയാട്ടെ. യുദ്ധങ്ങളെ കുറിച്ച് പൊതുവിൽ പറഞ്ഞ ശേഷം, അത് അവസാനമല്ല എന്ന് പറഞ്ഞ ശേഷം അടുത്തതായിട്ട് കർത്താവ് പറഞ്ഞു, 7-ാം വാക്യം, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും, അവിടെ ഇവിടെ പകർച്ചവ്യാധികളും ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. കണ്ണ് തുറന്നു നോക്കിക്കേ. അവസാനമല്ലെന്ന് പറഞ്ഞിട്ട് അവസാനം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അവസാനത്തിന്റെ തുടക്കം, പ്രസവവേദനയുടെ ആരംഭം. ഒരു സ്ത്രീക്ക് വേദന വന്ന് അവൾക്ക് വിട്ട് നോവുണ്ടാകുന്നത് പോലെ പ്രസവത്തോട് അടുക്കുമ്പോൾ അവൾക്ക് ഈറ്റുനോവുണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഏതാണ് ആ ഈറ്റുനോവ്? A nation will rise against another nation. കർത്താവ് പറഞ്ഞ വാക്കുണ്ടോ? A nation will rise against another nation. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് എതിർപ്പെടും, സാമ്രാജ്യങ്ങൾ ചേരും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. ലോകമാദ്യമായി അങ്ങനെ ഒരു യുദ്ധം കണ്ടു. എന്നാണെന്നറിയാമോ? 1914 ജൂലൈ 29-ാം തീയതി യൂറോപ്പിലുള്ള ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം അടുത്ത് കിടക്കുന്ന സെർബിയയോട് യുദ്ധം പ്രഖ്യാപിച്ചു. A nation will rise against another nation. ഓസ്ട്രിയയുടെ പക്ഷത്തിൽ ജർമ്മനി വന്നു. ജർമ്മനി ബെൽജിയത്തിലൂടെ ഫ്രാൻസിനെ ആക്രമിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ജർമ്മനിയോട് എതിർത്ത് നിൽക്കാൻ 25 രാജ്യങ്ങൾ ബ്രിട്ടന്റെ കീഴിൽ അണിനിരന്നു, സഖ്യകക്ഷികൾ. ആ യുദ്ധം ആഗോളമായി വ്യാപരിച്ചു. അതിന്റെ പേരാണ് മഹായുദ്ധം. അതിന് 1-ാം ലോകയുദ്ധം എന്നല്ല പറഞ്ഞത്, മഹായുദ്ധം. എന്നാൽ 2-ാം ലോകയുദ്ധം വന്നപ്പോഴാണ് ഇതിന് 1-ാം ലോകയുദ്ധം എന്ന് പേര് കൊടുത്തത്. 1914 ജൂലൈ 29 കർത്താവ് പറഞ്ഞതുപോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്ത് മറ്റ് സാമ്രാജ്യങ്ങൾ ചേർന്ന് ആഗോളമായൊരു യുദ്ധം നടന്നു. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അന്ന് സംഭവിച്ച 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. 1-ാം ലോകയുദ്ധം 1914 തൊട്ട് 18 വരെയാണ്. ഈ 1-ാം ലോകയുദ്ധത്തിന്റെ മധ്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യെസക്കേൽ പ്രവചനം നിവർത്തിക്കപ്പെടുവാൻ സംഭവങ്ങൾ നടക്കുകയാണ്. 1917 ഫെബ്രുവരി 27-ാം തീയതി 1917 ഫെബ്രുവരി 27-ാം തീയതി റഷ്യൻ വിപ്ലവം ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ആരംഭിച്ചു. ചക്രവർത്തിമാരെ കൊന്നൊടുക്കി റഷ്യയിൽ കമ്മ്യൂണിസം സ്ഥാപിച്ചു. അതേ വർഷം ലോകത്തിൽ ചിതറിക്കിടക്കുകയാണ് യഹൂദന്മാർ. മടങ്ങി വരിക അസാധ്യമാണ്. അവരുടെ രാജ്യം മുസ്ലിങ്ങളുടെ കരങ്ങളിലാണ്, ഓട്ടോമൻ എംപയറിന്റെ കീഴിലാണ്. മുസ്ലിങ്ങൾക്ക് കുടിയേറുവാൻ അവർ അനുവദിച്ചിട്ടില്ല, രാജ്യം സ്ഥാപിക്കാൻ അനുവാദമില്ല.
1917 എന്റെ പ്രിയപ്പെട്ടവരെ, 1917 നവംബർ 2-ാം തീയതി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തി. അന്നത്തെ സാമ്രാജ്യങ്ങളിൽ ഏറ്റവും തലവനായി ബ്രിട്ടീഷുകാർ പറയുകയാണ്, യഹൂദന് കുടിയേറുവാൻ ഞങ്ങൾ അനുകൂലമാണ്, അവനൊരു രാജ്യം സ്ഥാപിക്കാൻ. ബാൽഫോർ ഡിക്ലറേഷൻ. ഇത് രണ്ടും എന്തിനാ അന്ന് സംഭവിച്ച്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 1917 ഫെബ്രുവരി മാസം റഷ്യൻ റവല്യൂഷൻ, 1917 നവംബർ മാസം യഹൂദന് കുടിയേറുവാൻ ബാൽഫോർ ഡിക്ലറേഷൻ. രണ്ടും ഒരു സമയത്ത് നടന്നത് എന്തിനാണ്? യേശുക്രിസ്തുവിന്റെ വാക്ക് ഓർമ്മയുണ്ടോ? ഒന്നാലോ യുദ്ധം ഈറ്റുനോവിന് ആരംഭം കുറിക്കുകയായിരുന്നു. റഷ്യ അവിടുന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യമായി മാറി, വൻ ശക്തിയായി മാറി. ഒന്നുമില്ലാതെ കിടന്ന 1905 ജപ്പാൻ പരാജയപ്പെടുത്തിയ ഈ റഷ്യയെ ഇന്ന് വെല്ലുവിളിക്കുവാൻ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉക്രൈനെ കയറി അങ്ങ് ആക്രമിക്കുക, ഒരു ഗുണ്ടയിസം പോലെ കയറി യുദ്ധം ചെയ്യുമ്പോൾ ലോകരാജ്യങ്ങളൊക്കെ മാറിയിരുന്നു വല്ലതും പറയുന്നുള്ളൂ. എന്താ നേരിട്ട് സൈന്യത്തെ വിടാത്തത്? പുടിൻ പ്രഖ്യാപിച്ചു, ആരെങ്കിലും ഇതിനകത്ത് വന്നാൽ ന്യൂക്ലിയർ ആയുധം ഞങ്ങൾ എടുക്കും. ആയുധങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അമേരിക്ക ആയുധം കൊടുക്കുന്നു, യൂറോപ്പ് ആയുധം കൊടുക്കുന്നു. ഒരു മനുഷ്യനും ഒരു പട്ടാളക്കാരൻ എന്താണ് ഉക്രൈനെ സഹായിക്കാൻ അവിടെ വരാത്തത്? പുടിൻ നേരിട്ട് പറഞ്ഞു, ആരെങ്കിലും ഒന്ന് ഇൻവോൾവ് ചെയ്താൽ ന്യൂക്ലിയർ ആയുധം ഞങ്ങൾ എടുക്കും. ലോകം ഭയന്നു. അതുപോലെ ഭയപ്പെടേണ്ട ഒരു രാജ്യമാണ് റഷ്യ. അതുപോലെ ഭയപ്പെടണം. കാരണം അത്ര വലിയൊരു സൈന്യമാണ് റഷ്യയുടെ സൈന്യം. അത്ര വലിയ ശക്തിയാണ് റഷ്യ. ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ബൈബിളിൽ രേഖപ്പെടുത്തിയ ഭാഗം നോക്കുക. എന്നെ കേൾക്കുന്നവരോട് വീണ്ടും ഞാൻ ശക്തമായി ഓർപ്പിക്കട്ടെ, 2600 വർഷം മുമ്പ് പ്രവാചകരുടെ ദൈവം പറയുകയാണ്, ഏറിയ നാൾ കഴിഞ്ഞു കഴിയുമ്പോൾ, അവസാന നാളിൽ, ഇൻ ദ ലേറ്റർ ഡേയ്സ്. പ്രിയപ്പെട്ടവരെ, ഇത് പോരായോ തെളിവ്? ഞാനും നിങ്ങളും അന്ത്യകാലത്തിൽ വന്നു എന്നുള്ളതിന്റെ തെളിവ് അത് പോരായോ? 2600 വർഷം മുമ്പ് പറഞ്ഞ പ്രവചനം ഇതാ നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കപ്പെടുന്നു. നിങ്ങൾ കണ്ടു കാണും, ഉക്രൈൻ റഷ്യ ആക്രമിച്ച ശേഷം വേദപുസ്തകത്തിന്റെ ഓരോ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ അതിശക്തമായ കാര്യങ്ങൾ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട നിങ്ങളോട് ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ. റഷ്യയിൽ നിന്ന് പൈപ്പ് വഴി, റഷ്യക്ക് ഒരുപാട് എണ്ണയുണ്ട്. റഷ്യയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം അവർ കണ്ടുപിടിച്ചതാണ് എണ്ണ. അവർക്ക് ഒരുപാട് എണ്ണയുണ്ട്. ആ എണ്ണ യൂറോപ്പിന് വിൽക്കുവാൻ സമുദ്രത്തിന്റെ അടിയിലൂടെ അവർ പൈപ്പിട്ടു. നമ്മൾ ഓർക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ പൈപ്പ് ഇടുന്ന പോലെയല്ല, വലിയ കോൺക്രീറ്റ് പൈപ്പുകളാണ്. ആ പൈപ്പിനെ കുറിച്ച് ഞാൻ വായിച്ചു. അങ്ങനൊന്നും ആർക്കും പൊട്ടിക്കാനൊക്കില്ല. നമ്മളൊക്കെ ചെന്നൊന്ന് പൊട്ടിക്കാൻ നോക്കിയാൽ നടക്കുകയല്ല. കോൺക്രീറ്റ് പൈപ്പിനുള്ളിലൂടെയാണ് ഈ ഗ്യാസിന്റെ പൈപ്പ് കടലിന്റെ അടിയിൽ കൂടെ പോകുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും, 2022 ഏതാനും മാസം മുമ്പ് സെപ്റ്റംബർ 27-ാം തീയതി ആ പൈപ്പ് ലൈൻ ബോംബ് ചെയ്തു. അത് പൊട്ടി. അങ്ങനെയൊന്നും പൊട്ടിക്കാനൊക്കില്ല. ആരാ ഇത് പൊട്ടിച്ചത്? ആർക്കും അറിയില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ പറഞ്ഞു റഷ്യ തന്നെ ചെയ്തതാണ്. റഷ്യയുടെ ഓയിൽ വരുന്ന ആ പൈപ്പ് ലൈൻ അവർ തന്നെ പൊട്ടിക്കുകയോ? ആരും പൊട്ടിച്ചോട്ടെ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞില്ലേ? വേദപുസ്തകത്തിൽ പറഞ്ഞില്ലേ? ഒരു കാര്യമെങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, പറയാം. നിങ്ങൾ ഓർക്കണം, റഷ്യയിൽ എണ്ണയുള്ളതുപോലെ ഈ കൊച്ചു രാജ്യമായ ഇസ്രയേലിനുണ്ടല്ലോ, അവരടുത്ത കാലത്ത് എണ്ണ കണ്ടുപിടിച്ചു.
ചില്ലറ എണ്ണയൊന്നുമല്ലേ. ഇസ്രായേലിന്റെ ഏറ്റവും വടക്കേ ഭാഗം ഹൈഫ തുറമുഖമാണ്. ഹൈഫ തുറമുഖത്തിന്റെ സമുദ്രത്തിന്റെ അവിടോട്ട് ഒരുപാട് എണ്ണ കണ്ടുപിടിച്ചു, ഗ്യാസ് കണ്ടുപിടിച്ചു. ആ സ്ഥലം നമുക്കൊരു വാക്യം വായിക്കാം. ആവർത്തനം 33:24 ആശേർ ഗോത്രത്തിന് കൊടുത്തിരുന്ന സ്ഥലമാണ്. ആശേർ ഗോത്രം. ആവർത്തനം 33:24 വായിക്കാം. ഒരുപക്ഷെ ഈ വാക്യം വെച്ചായിരിക്കാം അവിടെ അവർ എണ്ണ കണ്ടുപിടിച്ചത്. ആവർത്തനം 33:24. ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. ആശേർ അവന്റെ കാൽ എണ്ണയിൽ മുക്കും. അവിടെ എണ്ണയുണ്ടെന്ന് ഈ വാക്യം ശ്രദ്ധിക്കുന്നവർക്കറിയാം. യഹൂദന്മാർ ബുദ്ധിമാന്മാരാണ്. അവിടെ അവർ എണ്ണ കണ്ടുപിടിച്ചു. അവർ എണ്ണ കണ്ടുപിടിച്ച ശേഷം അടുത്ത പദ്ധതി ഓർക്കണം. അവരെന്താ ചെയ്തെന്നറിയാമോ? അവർ അവിടുന്ന് റഷ്യയിട്ടിരിക്കുന്ന പോലെ തന്നെ ഒരു പൈപ്പ് യൂറോപ്പിൽ ഇടാനായിട്ട് ശ്രമം നടന്നു. അവരുടെ അടുത്ത് കിടക്കുന്ന ജോർഡാൻ, സൈപ്രസ് ഇങ്ങനെയുള്ള ലെബനോൻ രാജ്യങ്ങൾക്ക് എണ്ണ കൊടുക്കുന്നത് ഇസ്രയേലാണ്. എന്നിട്ടും എണ്ണ ഒരുപാടുണ്ട്. അവരവിടെ നിന്ന് ഒരു പുതിയ പ്രൊജക്റ്റ് 2013 ഇട്ടു. ആ പ്രൊജക്റ്റിന്റെ പേരാണ് ഈസ്റ്റ് മെഡ് പൈപ്പ് ലൈൻ. അവരുടെ അവിടെ നിന്ന് എണ്ണ പൈപ്പ് വഴി സൈപ്രസിൽ കൊണ്ടുചെന്ന്, ഇറ്റലിയിൽ കൊണ്ടുചെന്ന് യൂറോപ്പിന് എണ്ണ കൊടുക്കാൻ, റഷ്യ കൊടുക്കുന്ന പോലെ എണ്ണ കൊടുക്കാൻ അവർ പദ്ധതി ഇട്ടു. പിന്നെ എന്നാ നടക്കാഞ്ഞേ? അമേരിക്കയിൽ ബൈഡൻ ഡെമോക്രറ്റുകൾ ഭരണത്തിൽ വന്നു. നിങ്ങൾക്കറിയാം, അതിനു മുമ്പ് ഭരിച്ചത് റിപ്പബ്ലിക്സ് ആണ്. റിപ്പബ്ലിക്കൻസ് ഇസ്രയേലിനോട് വളരെ മമതയുള്ള പാർട്ടിയാണ്. ഡൊണാൾഡ് ട്രംപ് ഭരിക്കുകയാണ്. എന്നാൽ ബൈഡന്റെ ഭരണം വന്നപ്പോൾ ഇസ്രയേൽ ഈ പൈപ്പ് ലൈൻ ഇടുന്നത് നിരുത്സാഹപ്പെടുത്തി. ഇത് സാമ്പത്തിക പ്രയോജനമില്ല, പരിതസ്ഥിതിക്ക് ആഘാതമുണ്ടാകുമെന്ന് പറഞ്ഞ് ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്ക നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഈ പൈപ്പ് ലൈൻ്റെ പ്രൊജക്റ്റ് ഇസ്രയേൽ അതുപോലെ നിർത്തി. അടുത്തത് നിങ്ങൾ കേട്ടോണം. എന്നാൽ യൂറോപ്പിൽ എണ്ണയുടെ പ്രശ്നം ആരംഭിച്ചപ്പോൾ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. എന്തിനാണ് നമ്മളുടെ സ്നേഹിതരായ യൂറോപ്യൻ രാജ്യങ്ങൾ ശത്രുവായ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കണം? ആ എണ്ണ വന്നുകൊണ്ടിരുന്നത് നമ്മൾ ഓർത്തതുപോലെ നോർത്ത് സ്ട്രീം പൈപ്പ് ലൈനാണ്. ആ പൈപ്പ് ലൈനിലൂടെ എന്തിനെണ്ണ കൊണ്ടുവരണം? ഇസ്രയേലിലൂടെ എണ്ണ കൊണ്ടുവരുവാൻ പദ്ധതികൾ ആരംഭിക്കണം. ഇസ്രയേലിലൂടെ എണ്ണ കൊണ്ടുവരുവാൻ പദ്ധതി ആരംഭിക്കണം. എന്റെ പ്രിയ കേൾവിക്കാരോട് പറയട്ടെ, വീണ്ടും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വാർത്തയിൽ ശ്രദ്ധിച്ചാൽ മതി. വീണ്ടും ഇസ്രയേലിൽ നിന്ന് പൈപ്പ് വഴി, വീണ്ടും ഇസ്രയേലിൽ നിന്ന് പൈപ്പ് വഴി എണ്ണ യൂറോപ്പിൽ കൊണ്ടുപോകാൻ പദ്ധതി ആരംഭിക്കുകയാണ്. റഷ്യയെ ചൊടിപ്പിക്കുമോ? റഷ്യയെ ചൊടിപ്പിക്കുമോ? പാശ്ചാത്യ രാജ്യങ്ങൾ പറയുകയാണ്, റഷ്യയുടെ എണ്ണ വേണ്ട, ഇസ്രയേലിന്റെ എണ്ണ കൊണ്ടുവരാം. അതിനാരംഭിച്ചിരിക്കുന്നതാണ് ഈസ്റ്റ് മെഡ് പൈപ്പ് ലൈൻ. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, വളരെ വ്യക്തമായി ഒരു വാക്യം നമുക്കൊന്ന് നോക്കാം. വളരെ വ്യക്തമായി എസെക്കിയേൽ 38 അതിന്റെ 4-ാം വാക്യം ഒന്ന് നോക്കിക്കേ. 38-ന്റെ 4-ാം വാക്യം. യെസ്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചുണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ. മതി, അവിടെ വായിക്കുന്നുണ്ട്, അല്ലയോ റഷ്യയെ, അന്ത്യകാലത്തിൽ നിന്നെ ഞാൻ ക്ഷണിക്കും, വിളിക്കും ഒരു ശുശ്രൂഷയ്ക്ക്. നീ വരത്തില്ല, മടി കാണിക്കും, പക്ഷേ നിന്റെ താടിയലിൽ ഞാനൊരു ചൂണ്ടലിടും. ആ ചൂണ്ടൽ നിന്നെ ഇവിടെ കൊണ്ടുവരും. ഈ പൈപ്പ് ലൈനാണോ ആ ചൂണ്ടയെന്ന് കരുതുന്ന വേദ പണ്ഡിതന്മാരുണ്ട്. സൗരന്മാരെ, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ റഷ്യയിൽ നിന്ന് ജർമ്മനിക്ക് 55% എണ്ണ കിട്ടിയിരുന്നത് റഷ്യയിൽ നിന്നാണ്. അതെല്ലാം ഇപ്പോൾ നിന്നു.
എങ്ങനെ ഈ പൈപ്പ് ലൈൻ പൊട്ടി, ആര് പൊട്ടിച്ചു, എന്തിനു പൊട്ടിച്ചു, ആർക്കും അറിയില്ല. പക്ഷേ അതോടുള്ള ബന്ധത്തിൽ ഉടലെടുത്തിരിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടോ ശബ്ദം? നമ്മുടെ സ്നേഹിതരായ ഇസ്രയേലിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കാൻ ആ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങണം. ബൈഡൻ ഭരണകൂടം നിർത്തിവെച്ചത് തുടങ്ങുവാൻ അവരുടെ കോൺഗ്രസിൽ ശബ്ദമുയർന്നു കഴിഞ്ഞു. താമസമില്ല പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇസ്രയേലിൽ നിന്ന് പൈപ്പ് വഴി ആ എണ്ണ യൂറോപ്പിന് കൊടുക്കുമ്പോൾ റഷ്യ ചൊടിപ്പിക്കും, അവൻ ആക്രമിക്കും. കാരണം ഇവിടെ വായിക്കുന്നു, അവൻ കൊള്ളയിടാനായിട്ട് തന്നെ വരും. ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നം നിങ്ങൾ കണ്ടോ? ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നം നിങ്ങൾ കണ്ടോ? ഇത് സംഭവിച്ചത് ഈ ഉക്രൈൻ യുദ്ധമാണ്. ഉക്രൈൻ യുദ്ധം, ഞാനിങ്ങനെ പറയട്ടെ, അന്ത്യകാല സംഭവത്തിന് റഷ്യയുടെ താടിയലിൽ ചൂണ്ടലിടാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടെന്ന് മാത്രമല്ല, നാളെ രാത്രി ഞാൻ തുടർന്ന് ചൂണ്ടിക്കാണിക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾ പേടിയാണ് റഷ്യയെ. 2008 ജോർജിയ ആക്രമിച്ചു, 2014 റഷ്യ ക്രിമിയ പിടിച്ചെടുത്തു, 2022 ഉക്രൈൻ കയറി ആക്രമിച്ചു. യൂറോപ്പിന്റെ അല്ലെങ്കിൽ റഷ്യയുടെ പടിഞ്ഞാറെ അതിരാണ് യൂറോപ്പിൽ കാണുന്ന ബാൾട്ടിക് നേഷൻസ്, യൂറോപ്യൻ രാജ്യങ്ങൾ. ആ USSRന്റെ പിടിയിൽ നിന്ന് 15 രാജ്യങ്ങൾ 1989 സ്വതന്ത്രമായി. USSR തകർന്നുപോയി. പക്ഷേ അവർക്ക് പേടിയാണ്. പുടിൻ അവരുടെ ഓരോ രാജ്യങ്ങളെ ആക്രമിച്ച് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെയും ആക്രമിക്കുമോ എന്ന രാജ്യങ്ങൾ ഭയപ്പെട്ടിട്ട് അവര് ഒന്നിക്കുകയാണ്, അവര് സൈനികമായി ഒന്നിക്കുകയാണ്. കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, യൂറോപ്പ് ഒന്നിക്കും. അവസാനം ആ യൂറോപ്പ് ഒന്നിക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ് ആര്? അന്തിക്രിസ്തു. ഈ ഉക്രൈൻ റഷ്യൻ യുദ്ധം യൂറോപ്പിനെ ഒന്നിപ്പിക്കുന്നു. വളരെ ശക്തമായി റഷ്യക്കെതിരെ പിടിച്ചു നിൽപ്പാൻ യൂറോപ്പിനെ ഒന്നിപ്പിക്കുന്ന വലിയ ശക്തിയായി മാറി ഈ പ്രശ്നം. ഉക്രൈൻ യുദ്ധം നാം ചിന്തിക്കുന്നതിലുപരിയായി ബൈബിളിന്റെ പ്രവചനങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി അതിശക്തമായി ആക്കം കൂടുകയാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, റഷ്യ 1917 വൻ ശക്തിയായി, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടായ ശേഷം വൻ ശക്തിയായി മാറി. 1991 വൻ ശക്തിയായ റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി. 2022 ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ ലോകം മുഴുവൻ റഷ്യക്ക് വിരോധമായി. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ സംഭവങ്ങൾ അവിചാരിതമല്ല. എന്തിനാണ് റഷ്യയിൽ കമ്മ്യൂണിസം തകർന്നു പോയത്? ഇരുമ്പ് മുഷ്ടി കൊണ്ട് കമ്മ്യൂണിസം സ്ഥാപിച്ച് ഒരു മനുഷ്യനും അവിടെ അനങ്ങാൻ നിവൃത്തിയില്ലാതെ ഭരിച്ചുകൊണ്ടിരുന്ന റഷ്യയിൽ കമ്മ്യൂണിസം എന്തിന് തകർന്നു? ആര് ചിന്തിച്ചു അങ്ങനെ തകരുമെന്ന്? നമ്മളിപ്പം ചിന്തിച്ച പോലെ യൂറോപ്പിലെ രാജ്യങ്ങൾ ഒന്നിക്കുവാൻ ഇത് സംഭവിക്കേണ്ടത് ആവശ്യമായിരുന്നു. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, അതിലും പ്രധാനമായ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മളിപ്പം കണ്ടല്ലോ, ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവന്ന് ഇസ്രയേൽ പർവ്വതങ്ങളിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യഹൂദൻ എവിടെ നിന്നാണ് ഇസ്രയേൽ കുടിയേറിയെന്നറിയാമോ? റഷ്യയിൽ നിന്നാണ്. ഇസ്രയേലിലുള്ള യഹൂദന്മാരിൽ ഒരു നല്ല ശതമാനം റഷ്യയിൽ നിന്ന് വന്നതാണ്. റഷ്യയിൽ ഏതാണ്ട് 25 ലക്ഷം യഹൂദന്മാരുണ്ടായിരുന്നു, 2.5 മില്യൺ. അവരെ വിടത്തില്ലായിരുന്നു, കുടിയേറുവാൻ നിവൃത്തിയില്ലായിരുന്നു. കുടിയേറുവാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ദൈവം കമ്മ്യൂണിസ്റ്റ് റഷ്യയെ തകർത്തതിന്റെ ഫലമായി അവിടെ നിന്നുള്ളവർക്ക് കുടിയേറുവാൻ ഇടയായി മാറി. 1-2 വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് യെശയ്യാവ് 43 യഹൂദനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ദൈവം ഒരു ദിക്കിനോട് പ്രതികൾ പറയുന്ന വാക്ക് നമുക്ക് നോക്കാം. 43 5-6 വാക്യം. യെശയ്യാവ് 43 5-6 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്.
നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. നോക്കുക, അവിടെ വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട്, വടക്കിനോട് തരികയെന്ന് ഞാൻ പറയും. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഗിവ് അപ്പ്. അനേക വാക്യങ്ങൾ ഞാൻ കുറിച്ചു വെച്ചു. ഒരു വാക്യം കൂടെ നോക്കാം. യെരമ്യാവ് 3:18 നോക്കിക്കേ. യെരമ്യാ പ്രവചനം 3:18. ലോകത്തിന്റെ 4 കോണിൽ നിന്നും യഹൂദനെ കൂട്ടുമ്പോൾ വടക്കിനോട് യെശയ്യാവ് പറയുകയാണ്, ഗിവ് അപ്പ്, വിട്ടുകൊടുക്കുക. കമ്മ്യൂണിസം തകർന്നു. അവിടെ നിന്ന് വിട്ടുകൊടുക്കാതിരുന്ന യഹൂദൻ കുടിയേറുവാൻ തുടങ്ങി. യെരമ്യാവ് 3:18. ആ കാലത്ത് യഹൂദാഗ്രഹം ഇസ്രായേൽ ഗ്രഹത്തോട് ചേർന്നു. അവർ ഒന്നിച്ച് വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ടു. അവരൊന്നിച്ച് വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ടു വരും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും. യെസ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയും വാക്യങ്ങളുണ്ട്. കമ്മ്യൂണിസം തകർന്നു. റഷ്യയിൽ USSR തകർന്നു. ദൈവത്തിന്റെ ഒരു ഉദ്ദേശമായിരുന്നു അവിടെയുള്ള യഹൂദൻ വരണം, അവിടെ വന്ന് ഇസ്രായേൽ പർവ്വതങ്ങളിൽ അവർ കുടിയേറണം. ഇന്ന് രാത്രിയിൽ വീണ്ടും ഞാൻ ആ വാക്യം വായിക്കുകയാണ്. നീ ഒടുക്കം വന്നു ചേരും നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതം. എന്നാൽ ഒരു വാക്യം കൂടെ, 7-ാം വാക്യം നോക്കിയേ. 38-ന്റെ 7-ാം വാക്യം. 38-ന്റെ 7-ാം വാക്യം. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെ ഒരുക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്കുക. യു ബി എ കമാൻഡർ. ഇസ്രായേലിന് വിരോധമായി കൂടുന്ന കൂട്ടുകെട്ടുണ്ടല്ലോ, ആ കൂട്ടുകെട്ടിനോട് പറയുകയാണ് റഷ്യയോട്, നീ അവർക്ക് കമാൻഡർ ആയിക്കൊള്ളുക, നിന്റെ നേതൃത്വത്തിൽ വരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ 5-6 വാക്യം വായിക്കുമ്പോൾ 2600 വർഷം മുമ്പ് ദൈവം എഴുതി വെച്ചു ഏതെല്ലാം രാജ്യമാണ് ഇസ്രായേലിന് വിരോധമായി റഷ്യയുടെ നേതൃത്വത്തിൽ വരുന്നത്. നിങ്ങൾ നോക്കിയേ, ആദ്യം പറഞ്ഞ രാജ്യം 38-ന്റെ 5-ാം വാക്യം. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ പാർസികൾ? പേർഷ്യ. 1979 വരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്ഷമായിരുന്നു ഇറാൻ. ഷാ ഭരിച്ചിരുന്ന കാലത്ത് അമേരിക്കയുടെ പക്ഷമായിരുന്നു, പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്ഷമായിരുന്നു. 1979 ഇസ്ലാമിക് വിപ്ലവം ഉണ്ടായി. അയത്തുള്ള ഖൊമേനി പാരീസിൽ നിന്ന് ലാൻഡ് ചെയ്തു. ഇന്ന് ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ തീവ്രവാദ മുസ്ലിം ഭരണം നടക്കുന്ന പ്രദേശമാണ്. അവരോട് അടുത്ത് നിൽക്കുന്ന ആരാണ്? പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, റഷ്യ ഇറാന് വേണ്ടി ന്യൂക്ലിയർ ആയുധമുണ്ടാക്കുന്ന റിയാക്ടർ ഇറാനിൽ ഉണ്ടാക്കുമ്പോൾ ഇറാന്റെ ഏറ്റവും അടുത്ത ഏറ്റവും വലിയ സ്നേഹിതൻ എന്ന് പറയുന്ന റഷ്യയാണ്. 1979 വരെ അത് സാധ്യമല്ലായിരുന്നു. വേദവസ്തവം സത്യമാണോ? 79 ഇറാൻ റഷ്യയുടെ പക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞു. എത്ര സത്യമാണ്! കാലത്തിന്റെ അന്ത്യമായപ്പോൾ 1979 അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് വിപ്ലവത്തിന്റെ ഫലമായി റഷ്യയുടെ പക്ഷത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞു. രണ്ടാമത് എടുത്തു പറഞ്ഞു കൂഷ്യർ അല്ലെങ്കിൽ എത്യോപ്യ. ഹെയ്ലി സെലാസി ചക്രവർത്തി ഭരിച്ചിരുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ എത്യോപ്യ. എന്നാൽ എത്യോപ്യ മാത്രമല്ല, എത്യോപ്യയോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്ന് ആരാണെന്നറിയാമോ? ഇസ്ലാം തീവ്രവാദത്തിന് കൊടുത്തു കഴിഞ്ഞു. മൂന്നാമത് പൂത്യർ അല്ലെങ്കിൽ ലിബിയ. ലിബിയ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾക്കറിയാം, കേണൽ ഗദാഫി ഭരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അവിടെ ആരാ ഭരിക്കുന്നത്? ആർക്കും അറിയത്തില്ലേ. തീവ്രവാദ ഭരണമാണ്, മുസ്ലിം തീവ്രവാദമാണ്. പൂത്യര് റഷ്യയുടെ നേതൃത്വത്തിൽ റഷ്യയുടെ പക്ഷമാണ്. പിന്നീട് വായിക്കുന്നു ഗോമർ എന്ന് പറയുന്നതാണ്
നമ്മുടെ ബൈബിളിൽ വായിക്കുന്ന ഗലാത്യർ, അത് ടർക്കിയിലാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, തുർക്കി അമേരിക്കയുടെ ഏറ്റവും വലിയ അടുത്ത രാജ്യമായിരുന്നു, ഇസ്രയേലിന്റെ പക്ഷമായിരുന്നു. എന്നാൽ അവിടെ നടന്ന ഇലക്ഷൻ AKP എന്ന് പറയുന്ന ഇസ്ലാമിക് ഭരണകൂടം വന്ന് എർഡോൺ ടൈപ്പ് എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് മുസ്ലിം ഭരണത്തിന് ടർക്കി ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് തീവ്രവാദ മുസ്ലിം ഭരണത്തിന്റെ ഒരു വ്യക്താവാണ് ടർക്കി. ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ, അവരുടെ നേതാവ് ആരാണ്? റഷ്യ. നീ അവർക്ക് മേധാവിയാകുക. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇറാൻ റഷ്യയുടെ പക്ഷത്ത് വന്നു കഴിഞ്ഞു, എത്യോപ്യ റഷ്യയുടെ പക്ഷത്ത് വന്നു കഴിഞ്ഞു, ലിബിയ റഷ്യയുടെ പക്ഷത്ത് വന്നു കഴിഞ്ഞു, ടർക്കി റഷ്യയുടെ പക്ഷത്ത് വന്നു കഴിഞ്ഞു. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ രാജ്യങ്ങളുടെ പേരുകൾ 2600 വർഷം മുമ്പ് എഴുതിയതാണ്. ആ രാജ്യങ്ങളുടെ പക്ഷത്തിൽ, റഷ്യയുടെ പക്ഷത്തിൽ ഈ രാജ്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് നിസ്സാര കാര്യമാണോ? ഈ യുദ്ധം നടക്കണമെങ്കിൽ എസെക്കിയേൽ 38 നടക്കുന്നത് സഭ മാറ്റപ്പെട്ട് 3.5 വർഷം കൂടെ കഴിഞ്ഞാണ്. നമ്മളൊരു കാര്യം ഓർക്കുക, മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിലാണ്. മഹോപദ്രവ കാലഘട്ടം നടക്കണമെങ്കിൽ ദൈവസഭയുടെ പണി പൂർത്തീകരിച്ച് സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടണം. അത് നടക്കുവാൻ ഈ കാര്യങ്ങൾ ഇത്ര വ്യക്തമായി ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഇന്ന് രാത്രി ഓർക്കണം, ഞാനും നിങ്ങളും വന്നെത്തിയ ദിവസങ്ങൾ അവസാന ദിവസങ്ങളാണ്, അന്ത്യകാലമാണ്. യേശുക്രിസ്തുവിന്റെ വരവ് മധ്യാകാശത്തിൽ സഭയെ ചേർത്ത് കഴിഞ്ഞാൽ തുടർന്ന് നടക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുന്ന നാളുകളാണ്. എന്നെ പ്രിയപ്പെട്ടവർ, അതിൻ്റെ ഗൗരവം ഗ്രഹിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം ഓർത്തുകൊണ്ടിരുന്ന പോലെ നോക്കുക, ഒന്നാം ലോകയുദ്ധം ഈറ്റുനോവിൻ്റെ ആരംഭമായിരുന്നു. രണ്ടാം ലോകയുദ്ധം 1939 തൊട്ട് 45 വരെ 6 വർഷം നീണ്ടു നിന്നു. യഹൂദന്മാരിൽ 60 ലക്ഷത്തെ യൂറോപ്പിൽ കൊന്നൊടുക്കി. അന്ന് ലോകം തീരുമാനിച്ചു യഹൂദന് രാജ്യമുണ്ടാക്കണം. 1945 രണ്ടാം ലോകയുദ്ധം തീർന്നു. 48 ഇസ്രയേൽ സ്വതന്ത്ര രാജ്യമാകുന്നു. ഈ പ്രവചനം നിവർത്തിക്കാൻ 2 ലോകയുദ്ധം നടക്കേണ്ടി വന്നു. മൂന്നാമത്തെ യുദ്ധമാണ് എസെക്കിയേൽ 38 വായിക്കുന്നത്. ഞാനൊരു കാര്യം കൂടെ ഇതോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചോട്ടെ, ലോകത്തിൽ 3 ലോകയുദ്ധം നടക്കുമെന്ന് സൂചനയുണ്ട്. പാസ്റ്ററെ, എസെക്കിയേൽ 21 എടുത്താട്ടെ, അതിൻ്റെ 27-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ്, മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് 3 ലോകയുദ്ധം നടക്കും. എന്തിനു നെടുവേർപ്പെടുന്നു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയേണ്ടത്, ഒരു വർത്തമാനം നിമിത്തം തന്നെ അത് സംഭവിക്കുമ്പോൾ സകല ഹൃദയവും ഉരുകിപ്പോകും, എല്ലാ കൈകളും കുഴഞ്ഞു പോകും, ഏത് മനസ്സും കലങ്ങിപ്പോകും, എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും. ക്ഷമിക്കണേ, എസെക്കിയേൽ 21, 21-ന്റെ 26-ഉം 27-ഉം. യെസ്. യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും. അവന് ഞാൻ അത് കൊടുക്കും. യെസ്, ലോകഭരണത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് അവകാശമുള്ളവൻ വരണം. ആരാണ് അതിന് അവകാശമുള്ളവൻ? യേശുക്രിസ്തുവാണ്. യഹൂദന്മാർ പറഞ്ഞ വാക്ക് നമുക്കറിയാം, ഇവൻ അവകാശി, ഇവനെ പിടിച്ച് കൊന്നുകളയുക. അവൻ അവകാശിയാണ്, അവൻ ദൈവപുത്രനാണ്, അവന് ഭൂമിയിൽ ജനിച്ചു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, അവർക്ക് അവനെ വേണ്ട എന്ന് പറഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗാരോഹണം ചെയ്തു, പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ ആരോഹണം ചെയ്തു. 110-ാം സങ്കീർത്തനം 1-2 വാക്യത്തിൽ വായിക്കുന്നു, നീ എൻ്റെ പുത്രൻ, നിന്റെ ശത്രുക്കൾ നിന്റെ പാദമിടമാകുവോളും നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക.
യേശുക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. അവൻ്റെ ശത്രുക്കൾ പാദപീഠമാകുന്നത് വരെ. ഇവിടെ നമ്മൾ എന്താണ് വായിച്ചത്? അതിന് അവകാശമുള്ളവൻ വരണം, അവൻ അധികാരം ഏറ്റെടുക്കണം. അതിനു മുമ്പ് ഇങ്ങനെ വായിക്കുന്നു, ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം. 3 പ്രാവശ്യം ഉന്മൂലനാശം. ഓവർടേൺ, ഓവർടേൺ, ഓവർടേൺ. എന്താണ് 3 പ്രാവശ്യം ലോകത്തെ ആകെ തകിടം മറിക്കുന്നത്? ഒന്നാമത്തെ തകിടം മറി 1914 തൊട്ട് 18 വരെ ബ്രിട്ടീഷ് സാമ്രാജ്യം യഹൂദന് കുടിയേറുവാൻ അവകാശം പ്രഖ്യാപിച്ചുകൊണ്ട്, ബാൽഫോർ ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചുകൊണ്ട്, ഒന്നാം ലോകയുദ്ധകാലത്ത് തുർക്കികളുടെ കയ്യിൽ നിന്ന് അവന്റെ ഭൂമി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കൊണ്ടുവന്നു. പലസ്തീൻ യഹൂദന് കുടിയേറുവാൻ ആരംഭിക്കുകയാണ്. അന്ത്യകാല സംഭവത്തിന് വഴി തുറക്കുകയാണ് ഒന്നാം ലോകയുദ്ധം. ആ സമയത്ത് തന്നെ ലോകത്തിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വടക്കേ അറ്റത്ത് റഷ്യ എന്ന് പറയുന്ന രാജ്യം സർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിച്ച് അവിടെ റഷ്യൻ വിപ്ലവം ഉണ്ടായി. അതൊരു വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം ലോകയുദ്ധം. രണ്ടാം ലോകയുദ്ധം 1939 തൊട്ട് 45 വരെ 6 വർഷം ലോകം വീണ്ടും തകിടം മറിഞ്ഞു. ഓവർടേൺ, ഓവർടേൺ. 2ാം പ്രാവശ്യം ദൈവം തകിടം മറിച്ചു. 60 ലക്ഷം യഹൂദനെ കൊന്നൊടുക്കി. അതിന്റെ ഫലമായി 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമായി തീർന്നു. ഒരിക്കൽ കൂടെ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഒരു ലോകയുദ്ധം ഉണ്ടാകും. ഒരിക്കൽ കൂടെ ഭൂമി തകിടം മറിയും. ആ തകിടം മറിയുന്നതാണ് എസെക്കിയേൽ 38-39 അധ്യായത്തിൽ രേഖപ്പെടുത്തിയത്. 3.5 വർഷം നീണ്ടു നിൽക്കുന്ന അർമഗഡോൻ യുദ്ധം. അതിന്റെ ആരംഭം ഇസ്രായേലിനെ ആക്രമിക്കുന്നതാണ്. റഷ്യയോട് ചേർന്ന് തീവ്രവാദികളായ മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതാണ്. എൻ്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, അത് നടക്കുന്നത് മഹോപദ്രവ കാലഘട്ടത്തിലാണ്. സഭ മാറ്റപ്പെട്ട ശേഷമാണ്. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് സഭയെ മാറ്റിയ ശേഷം നടക്കേണ്ട സംഭവമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. അന്ത്യകാല സംഭവം. ഞാൻ അല്പസമയം കൂടെ ഉള്ളൂ എൻ്റെ പ്രസംഗം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അന്ത്യകാല സംഭവത്തിന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെട്ടോ? കാര്യങ്ങൾ കൃത്യമായി ഒരുക്കപ്പെട്ടോ? എസെക്കിയേൽ പ്രവചനത്തിൽ നിന്ന് 38-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ അല്പമൊന്ന് ചിന്തിച്ചേ ഉള്ളൂ. 37-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഉണങ്ങി ബന്ധം വിട്ട അസ്ഥികൾ, ഒരിക്കലും മടങ്ങി വരാൻ സാധിക്കാതെ, ജീവൻ പ്രാപിക്കാൻ സാധിക്കാതെ, ഓജസ്സും ജീവനും നഷ്ടപ്പെട്ട അസ്ഥികൾ. ആ അസ്ഥികൾ ആരാണ്? 11-ാം വാക്യം നോക്കിയേ. 37-ന്റെ 11-ാം വാക്യം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. യെസ്, ദൈവം പറയുകയാണ്. അതിന്റെ 10-ാം വാക്യം നോക്കിയാട്ടെ. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഉണങ്ങി ബന്ധം വിട്ടുപോയ, യാതൊരാശയ്ക്കും വകയില്ലാതെ കിടന്ന അസ്ഥി കൂമ്പാരം പ്രവാചകനെ കാണിച്ചു. ഈ അസ്ഥികൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇസ്രായേൽ ഗൃഹമാണ്. ദൈവം കൽപ്പിച്ചപ്പോൾ അത് ജീവിച്ചു. ഇവിടെ ഒരു വാക്കൂടെ രേഖപ്പെടുത്തി, അത് വലിയ സൈന്യമായി. 1948 വരെ ലോകത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലേ. ഉണങ്ങിയ അസ്ഥികളെ പോലെ കിടന്നു. 47-ൽ ദൈവം സത്യവാനെന്ന് യഹോവ സാക്ഷികൾ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ 47-ൽ അവർ പ്രസിദ്ധീകരിച്ചു, ഇസ്രായേലിനി ഒരു രാജ്യമാകുന്നത് മിഥ്യയാണ്, സാധിക്കുകയില്ല. അത് പ്രസിദ്ധീകരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ 48-ൽ ഈ പ്രവചനം നിവർത്തിക്കുകയാണ്. ലോകത്തിൽ ഒരു മനുഷ്യനും പറഞ്ഞില്ല യഹൂദൻ വീണ്ടും രാജ്യമാകുമെന്ന്. എന്നാൽ ബൈബിൾ പ്രവചനം വിശ്വസിച്ചവർക്കറിയാം അവർ രാജ്യമാകും.
ഇവിടെ നമ്മൾ വായിച്ച പോലെ ഉണങ്ങിയ അസ്ഥികൾ ദൈവം കൽപ്പിച്ചപ്പോൾ ഒന്നിനോടൊന്ന് വന്ന് ചേർന്നു, ജീവിച്ചു, എഴുന്നേറ്റ് നിന്നു. മഹാസൈന്യമായി ഇസ്രായേൽ ഇന്ന് ലോകത്തിലൊരു വൻ ശക്തിയാണ്. 6ാമത്തെ ന്യൂക്ലിയർ പവർ നേഷനാണ്. ഒരു കൽപ്പന കൊടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷം പടയാളികളെ നിരത്തുവാൻ കഴിയുന്ന ഒരു കൊച്ചു രാജ്യം, വൻ ശക്തി. ദൈവം അത് ക്രമീകരിച്ച് കഴിഞ്ഞു. ഇസ്രായേൽ പർവ്വതങ്ങളിൽ അവർ വന്നു കഴിഞ്ഞു. 2600 വർഷം മുമ്പ് പ്രവചിച്ച പ്രവചനം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. റഷ്യ അവരെ ആക്രമിക്കാൻ, റഷ്യൻ വിപ്ലവമുണ്ടായി. അവർ വൻ ശക്തന്മാരായ ശേഷം ഉക്രൈൻ യുദ്ധം അതിലേക്ക് അവരെ വീണ്ടും ശക്തമായി നയിക്കുന്നു. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പരാജയപ്പെടാൻ സാധ്യതയില്ല. അവരൊരിക്കലും തോൽവി സമ്മതിക്കില്ല. ഒന്നുകിൽ അവർ ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കും, അല്ലെങ്കിൽ ഉക്രൈനെ അവർ പിടിച്ചെടുക്കും. ലോകരാഷ്ട്രം ഒരു പ്രത്യേക ഒരു നിലയിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ മധ്യത്തിലാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ആ പൈപ്പ് ലൈൻ പൊട്ടിപ്പോവുകയും യൂറോപ്പിന് തോന്നി റഷ്യ തന്നെയാണ് ഇത് പൊട്ടിച്ചത്, ഇനിയും അവരുടെ എണ്ണ മേടിക്കാതെ വണ്ണം നമ്മൾ വേറെ പദ്ധതി ഒരുക്കണം. ഇസ്രയേലിൽ നിന്ന് എണ്ണ കൊണ്ടുവരാൻ കാര്യങ്ങൾ ഒരുക്കുന്നു. റഷ്യയുടെ താടിയലിൽ ഒരു ചൂണ്ടലിടുകയാണ് അവസാന യുദ്ധത്തിന് വേണ്ടി. ആ യുദ്ധം നടക്കുമ്പോൾ നമ്മളിവിടെ ഇല്ല. പക്ഷേ നമ്മൾ ആ കാർമേഘ പടലങ്ങൾ ഉയർന്നു കാണുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ ചേർക്കാറായി. ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കും ദൈവമക്കളാണെന്ന് എനിക്കറിയാം. എത്ര നാൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ ദിവസവും ആനന്ദത്തിൻ്റെ ദിവസമാണ്. ഓരോ ദിവസവും ഉണരുമ്പോൾ കർത്താവെ, ഒരു പക്ഷേ ഇന്നത് സംഭവിച്ചേക്കാം. ഉണർന്നും ഒരുങ്ങിയും പ്രാർത്ഥിച്ചും കർത്താവിനോട് കൂടുതൽ അടുത്തിരുന്നും ഓരോ ദിവസവും നമുക്ക് ഉത്തേജനത്തിൻ്റെ ദിവസമാണ്. കഴിയുന്നിടത്തോളം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വസ്തുതയാണ് അവൻ രണ്ടാമത് വേഗം വരുന്നുവെന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ വായിക്കുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമുക്കൊരുങ്ങാനുള്ളൊരു സമയമാണ് ഈ സമയം. ഈ പ്രവചനങ്ങൾ വെറുതെ കിടക്കുകയല്ല. പലരും കരുതുന്ന പോലെ ഇതൊക്കെ പറഞ്ഞിട്ട് എത്രയോ വർഷമായി. എന്നാൽ ഈ തലമുറയിൽ അതിൻ്റെ നിവൃത്തികൾ വ്യക്തമായി കാണുന്നു. നമുക്കൊരുങ്ങാം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതുണ്ടെങ്കിൽ ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു ചിന്ത, പഴയ നിയമയേടുകളിൽ ഇസ്രായേലിനെ ദൈവം സ്നേഹിച്ചു. ആ സ്നേഹം നിത്യസ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്. മാനവരാശി അവൻ സ്നേഹിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവസ്നേഹത്തെ വരച്ചു കാണിക്കുന്നത് ഞാനൊരു വാക്കിൽ പറയട്ടെ, അഹബ് എന്ന വാക്കാണ്. അഹബ് എന്ന വാക്ക്, അഹബ് എന്ന വാക്കിൻ്റെ അർത്ഥം ജ്വലിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ കത്തുന്ന സ്നേഹം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എരിയുകയാണ്. നിങ്ങൾ ഉത്തമീകരണം എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ 8ാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗമുണ്ട്, ദിവ്യജ്വലനം. ദിവ്യജ്വലനം എന്നുള്ളത് ഫ്ലെയിം ഓഫ് യാഹ് എന്നാണ്, യാഹിൻ്റെ തീ എന്നാണ്. അവിടെ പറയുന്ന വാക്കെന്താണെന്നറിയാമോ? ഏറിയ വെള്ളങ്ങൾക്ക് അതിനെ കെടുത്തിക്കൂടാ. സമുദ്രത്തിന് അതിനെ കെടുത്താൻ കഴിയില്ല. ദൈവസ്നേഹം എരിയുന്ന സ്നേഹമാണ്, ജ്വലിക്കുന്ന സ്നേഹമാണ്. മാനവരാശി അവൻ ഒരുപാട് സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാനിങ്ങനെ ഓർപ്പിക്കാറുണ്ട്, ദൈവസ്നേഹം നമുക്ക് അളക്കാൻ നിവൃത്തിയില്ല. ഞാനൊരു റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. എൻ്റെ ഒരു കൊച്ചുമകൻ എൻ്റെ കൂടെയുണ്ട്. റോഡിലൂടെ വലിയ ട്രക്കുകൾ ഓടുന്നുണ്ട്. എൻ്റെ കൊച്ചുമകനോട് പറഞ്ഞു, മോനെ നീ ഇറങ്ങി ഓടരുത്, ട്രക്കുകളുണ്ട്, അപകടമാണ്. ഇല്ല വലിയ ഡാഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ അല്പം മയങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് ഞാൻ ആ പുൽമേടയിൽ മയങ്ങി. എൻ്റെ കണ്ണു തുറക്കുമ്പോൾ കാണാം എൻ്റെ കൊച്ചുമോനൊരു ട്രക്കിൻ്റെ അടിയിലോട്ട് ഓടിപ്പോവുകയാണ്. ഞാൻ സർവ ശക്തിയും ഉപയോഗിച്ച് ഓടിച്ചെന്ന് എൻ്റെ കൊച്ചുമോനെ ഞാൻ വാരിയെടുത്ത് രക്ഷിക്കും. അത്
ഒരു വല്യപ്പൻ്റെ സ്നേഹമാണ്. ദൈവസ്നേഹം എന്താണ്? ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാർ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്വനായ ദൈവത്തിൻ്റെ അവൻ എത്രയധികം, അവൻ്റെ സ്നേഹം ആർക്കണക്കാം? നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. എരിയുന്ന സ്നേഹം, കത്തുന്ന സ്നേഹം, നിങ്ങളെ അഗാധമായി അവൻ സ്നേഹിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു വാക്യം ഓർത്തു. ഞാനതോടെ വായിച്ചെൻ്റെ പ്രസംഗം നിർത്തുകയാണ്. നിങ്ങൾ ലേവ്യ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദൈവം ഒരു കൽപ്പന കൊടുത്തു. യാഗങ്ങളോടുള്ള ബന്ധത്തിൽ കൊടുത്തൊരു കൽപ്പനയാണ്. അത് യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെടുകയാണ്. പരമയാഗമായ ക്രൂശിൽ അത് നിവർത്തിക്കപ്പെടുകയാണ്. 22-ാം അധ്യായത്തിൻ്റെ 26 തൊട്ട് 28 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത്. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. ദൈവം കൽപ്പിച്ചു, യാഗമർപ്പിക്കുമ്പോൾ ഒരു പശു പ്രസവിച്ചു, അതിൻ്റെ കുഞ്ഞിനെയും തള്ളയും കൂടെ ഒരു ദിവസം യാഗമായിട്ട് അർപ്പിക്കരുത്. ദൈവം എന്താ പറഞ്ഞത്? ആ തള്ളയുടെ അടുക്കൽ ആ കുഞ്ഞ് 7 ദിവസം ഇരിക്കും. 8-ാം ദിവസം യാഗമായി എടുക്കാം. തള്ളയും കുഞ്ഞിനെയും കൂടെ ഒന്നിച്ചറുക്കരുത്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാം. ഒരു പശു പ്രസവിച്ചെന്നിരിക്കട്ടെ, 7 ദിവസം തള്ള പശുവിൻ്റെ അടുക്കൽ അതിൻ്റെ പാല് കുടിച്ച് ആ പശു അതിനെ നക്കി അതിൻ്റെ സ്നേഹം കാണിച്ച് ആ തള്ളപ്പശു ആ കുഞ്ഞിനെ ലാളിക്കുന്ന കാണാം. 8-ാം ദിവസം യാഗമായി അർപ്പിക്കാൻ ആ കൊച്ചു കിടാവിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. തള്ളപ്പശുവിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ തള്ളപ്പശു കുറ്റിയിൽ കിടന്നുകൊണ്ട് കരയും. തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കരയും. ആ കരച്ചിലിന് ആ കൊച്ചു കിടാവ് കരയുമ്പോൾ തള്ളപ്പശുവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പ്രമോദമായി ദൈവത്തിൻ്റെ പുത്രനെ കാൽവറി ക്രൂശിൽ യാഗമാക്കി തീർക്കുവാൻ ദുഷ്ടന്മാരവനെ പിടിച്ചുകൊണ്ടുപോയി മനുഷ്യനെല്ലാം എന്ന് തോന്നുമാറ് വിരൂപമാക്കിയിട്ട് അവനെ ആടുകളാൽ തളച്ച് അവനെ ക്രൂശിൽ കിളത്തിയപ്പോൾ, സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവൻ്റെ പിതാവിൻ്റെ മുഖത്തോട്ട് നോക്കി കരഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത്? ആ കൊച്ചു കിടാവിൻ്റെ കരച്ചില് തള്ളപ്പശുവിൻ്റെ കാതുകളിൽ കേട്ടു. പിതാവ് എന്തുകൊണ്ടാ മൗനമായിരുന്നത്? യോഹന്നാൻ 3:16 വായിക്കുന്നു, തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ക്രൂശിൽ കാണുന്നു. ആ പുത്രൻ്റെ കരച്ചിലിന് ചെവി കൊടുത്തില്ല. ആ കൊച്ചു കിടാവ് കിടന്ന് കരയുമ്പോൾ ആ തള്ളപ്പശുവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പുത്രൻ കരയുമ്പോൾ പിതാവിന് ചെയ്യുവാൻ കഴിയുമായിരുന്നു. അവൻ മൗനമായിരുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണം. നരകത്തിൽ പോകാതെ ശിക്ഷാവിധി അനുഭവിക്കാതെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഒരു മാർഗമൊരുക്കുകയായിരുന്നു. അത് ക്രൂശാണ്. ആ ക്രൂശിൽ യേശുക്രിസ്തു യാഗമായി തീർന്നത് ഈ ചിത്രം നമ്മൾ കാണുന്ന പോലെ തന്നെയാണ്. നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ച് സ്വന്തം പുത്രനെ നിങ്ങൾക്ക് നൽകിയിട്ടും ആ സ്നേഹത്തെ മറികടന്ന് പോവുകയാണെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രസംഗം നിർത്തുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കാലത്തിൻ്റെ അന്ത്യത്തിൽ നമ്മളെത്തി. ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ എത്ര നാൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് അറിയില്ല. സമയത്തെ വീണ്ടെടുത്ത് കരങ്ങൾ കോർത്തു പിടിച്ച് ഈ കർത്താവിനെ നമുക്ക് ഉയർത്താം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാം. ഞങ്ങളെ കേട്ട ആരെങ്കിലും ഈ ദൈവസ്നേഹത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓർപ്പിക്കട്ടെ, നാളെ എന്ന് പറയുന്നൊരു ദിവസമുണ്ടോ എന്നറിയില്ല. ഉൽപ്രാവണം ഏത് സമയത്തും നടക്കാം. യേശുക്രിസ്തു എപ്പോൾ വന്നും തൻ്റെ ജനത്തെ ചേർക്കാം.
നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. നിങ്ങളെ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, നിന്റെ പുത്രനെ ക്രൂശിൽ തന്ന് അവൻ ക്രൂശിൽ ഉറക്കെ കരഞ്ഞപ്പോൾ നീ മൗനമായിരുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഇവനും നശിച്ചു പോകാതിരിപ്പാൻ, അവർ രക്ഷ പ്രാപിപ്പാൻ ഈ രാത്രിയിൽ നിന്റെ പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുറന്നു തരുന്നു. എന്നെ രക്ഷിക്കണം കർത്താവേ.